ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിനോടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കറിയാട്ട വഴുതനങ്ങ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 വഴുതനങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് നമുക്കൊന്ന് കഷ്ണിച്ച് ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തേക്കുന്നത് 15 ചുവന്നുള്ളിയാണ്, അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഇതുപോലെ കീറിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന തേങ്ങ അരച്ചാട്ട വയ്ക്കുന്നത്. അപ്പോൾ തേങ്ങ വറുത്തരച്ച് വയ്ക്കണം. അപ്പോൾ 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കരിയാപ്പില. ഇത് നമുക്ക് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വറുത്തോണ്ടിരിക്കുമ്പോൾ ഇതിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടും. അപ്പോൾ ഞാൻ ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ തന്നെ തേങ്ങയൊന്ന് വറുത്തെടുക്കണേ. ഇപ്പോൾ തേങ്ങ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ്. 1/2 സ്പൂൺ കശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 സ്പൂൺ എരിയുള്ള മുളക് പൊടി. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരു ശകലം ഉലുവയും കൂടെ ചേർക്കണം. മുഴുവൻ ഉലുവയാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഈ മസാലയെല്ലാം മൂപ്പിച്ചെടുക്കണേ. ഇത് നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമുക്ക് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം 2 ഉണക്കമുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതുകൊണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുമല്ലോ. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ശകലം കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വാളംപുളി ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു തക്കാളിക്ക് എടുത്തത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിക്കൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അതൊന്ന് വെള്ളം കളഞ്ഞ ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു അരിപ്പയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് കത്തിരിക്കാന്നും പറയും, പലരും പല രീതിയിലാണ് പറയാറ്. നമ്മൾ പിന്നെ വഴുതനങ്ങ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് നല്ലതുപോലെ ആവി കയറി വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണേ. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയേ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് വേവാൻ കണക്കിന് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പ് താണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് എന്തോരം വെള്ളം വേണോ അതനുസരിച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വാളംപുളി പിഴിഞ്ഞതാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞ് ഇതുപോലെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് പുളി വേണ്ട, നമ്മൾ തക്കാളിക്കും കൂടെ ചേർത്താണല്ലോ. അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവാൻ വയ്ക്കാം കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. പിന്നീട് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാമേ. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാമേ. ഇപ്പോൾ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു. ഞാൻ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്തില്ല കേട്ടോ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് നല്ലതുപോലെ കുറുക്കിയെടുക്കുകയാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാമേ.
ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി കറി കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇനി വഴുതനങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്സ് താനും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ തേങ്ങ വറുത്തരച്ച വഴുതനങ്ങ കറി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.